ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ സ്റ്റോറി സാഗ. വിഷു കൈനീട്ടം. ഒരിടത്ത് സ്നേഹ എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ ഒരു പടുകൂറ്റൻ മാവുണ്ട്. ഇങ്ങനെയൊക്കെ ആയാലും മാവിന് ഒരു ദോഷമുണ്ടായിരുന്നു. അപൂർവമായി കായ്ക്കാറുള്ളൂ. കായ്ച്ചാൽ തന്നെ പകുതി പാകമാകുമ്പോഴേക്കും പുഴുക്കുത്തേൽക്കും. അതിനാൽ ആ മാവിൻ്റെ മാമ്പഴം ആർക്കും പഴുത്തിട്ട് കഴിക്കാൻ പറ്റാറില്ല. സ്നേഹ എന്നും ചോറ് വെച്ചിട്ട് ഒഴിവാക്കാൻ വെക്കുന്ന കഞ്ഞിവെള്ളം മാവിന് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും: മാവേ, ഈ വർഷമെങ്കിലും നിറയെ പഴുത്ത മാമ്പഴം തരൂ. അവസാനം മാവ് പൂക്കുന്ന കാലമെത്തി. ഇത്തവണ മാവ് നിറയെ കാച്ചിരുന്നു. ഒരു നാൾ സ്നേഹ മുറ്റത്തൂടെ ഉലാത്തുകയായിരുന്നു. മാമ്പഴം നല്ലവണ്ണം പാകമായി നിന്നിരുന്നു. പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ഒരു പഴുത്ത മാമ്പഴം വന്നു വീണു. അവൾ ഓടിച്ചെന്ന് അതെടുത്തു നോക്കി. പുഴുക്കുത്തൊന്നും കണ്ടില്ല. അന്നൊരു വിഷുദിനമായിരുന്നു. അവൾ സന്തോഷത്തോടെ മാമ്പഴം വീട്ടിലെല്ലാവർക്കും പങ്കുവെച്ചു കഴിച്ചു. മാവ് എനിക്ക് തന്ന വിഷുക്കൈനീട്ടമാണിത്, എൻ്റെ പ്രാർത്ഥനയുടെ ഫലം. ഇത് കേട്ട മാവ് അത് സമ്മതിക്കാൻ എന്ന വണ്ണം തൻ്റെ ചില്ലകൾ കുലുക്കിക്കൊണ്ട് നിന്നു. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.